പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, അങ്ങയുടെ യോദ്ധാവാകുവാൻ അങ്ങയുടെ സൈന്യത്തിലേക്ക് അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങയെ തിരഞ്ഞെടുത്തതല്ലപ്പ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ ഫലം കായ്ക്കുവാനും ഞങ്ങളുടെ ഫലം നിലനിൽക്കുവാനും ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിശ്വാസത്തിന്റെ നായക, ഞങ്ങളെ ഓരോരുത്തരെയും വിശ്വസ്തരായി കാക്കണമേ. അങ്ങയുടെ ദാസനിൽ കൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ ജീവിത പ്രതിസന്ധികളുടെ മുൻപിൽ, അപമാനങ്ങളുടെ മുൻപിൽ, നിന്ദകളുടെ മുൻപിൽ പ്രതികരിക്കുവാൻ നിൽക്കാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരണമായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊള്ളുവാൻ കൃപ തരണമേ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഭവനങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ സഭകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഈ സന്ധ്യയിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എല്ലാവരും ആയിരിക്കുന്ന ഭവനങ്ങളുടെ ഉൾത്തലങ്ങളിൽ കർത്താവേ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ റിന്യൂവേഷൻ സ്പിരിറ്റ്, ഒരു പുതുക്കുന്ന ശക്തി അവിടെ വ്യാപരിക്കണമേ. ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ, മടുപ്പിക്കുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ ഉള്ളങ്ങളിലും വലിയ ധൈര്യം പകരണമേ, എല്ലാ ഉള്ളങ്ങളിലും വലിയ ബലം പകരണമേ. കർത്താവേ സ്തോത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് വെക്കത്തക്കവണ്ണം ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ ദൈവകൃപ ഹല്ലേലൂയ ഓരോരുത്തരുടെ മേലും അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, അടിയനെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ ബലഹീനയാണ് കർത്താവേ, എന്നാൽ ബലമുള്ളവനായ അങ്ങ് കൂടെ ഇരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ കർത്താവേ എന്നെ കരങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കാൻ സ്തോത്രം. നന്ദി കർത്താവേ. ഞങ്ങളുടെ ഇടയിൽ വലിയ ദൈവ സാന്നിധ്യം നിറയട്ടെ, വലിയ ദൈവ സാന്നിധ്യം നിറയട്ടെ. ഈ ദിവസങ്ങളിലൊക്കെയും അത് അനുഭവിക്കാൻ എനിക്ക് കൃപ തന്നല്ലോ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കർത്താവേ. എത്ര വിദൂരത്താണ് ഞങ്ങൾ ഇരിക്കുന്നതെങ്കിലും ഞങ്ങളെ ഒരുമിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്താൽ ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി രോഗികളെ സൗഖ്യമാകണം കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും ക്ഷീണിതരായി, മനസ്സ് മുറിവേറ്റവരായി, മനം തകർന്നവരായി ഇരിക്കുന്നുവെങ്കിൽ കർത്താവേ ഹല്ലേലൂയ, അവരെ ഇന്ന് രാത്രികാലം ഈ സന്ധ്യയിൽ കർത്താവേ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന കർത്താവേ അവരുടെ മുറിവുകളെ കെട്ടണമേ. ശുശ്രൂഷയിൽ കർത്താവേ ഒരു പുതിയൊരു ഹല്ലേലൂയ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. ഇന്നത്തെ സന്ദേശത്തിനൊടുവിൽ അവർക്ക് വേണ്ട ഒരു ബ്രേക്ക് ത്രൂ തുറക്കപ്പെടണമേ കർത്താവേ. ഒരു പുതിയ വാതിൽ, വലുതും സഫലവുമായ ചില വാതിലുകൾ ചില വ്യക്തികൾക്ക് വേണ്ടി തുറന്നു വരട്ടെ കർത്താവേ. കർത്താവേ സ്തോത്രം. ദൈവത്തിന് വലിയ പ്രവൃത്തികൾ കാണുവാൻ ഇടയാക്കണം. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണം കർത്താവേ. ഒന്നുകൂടെ ക്രിസ്തുവിന് അനുരൂപമായി ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ കർത്താവേ. നായക, ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ പകരണമേ. ആ തേജസ് ഞങ്ങളുടെ മേലൊന്ന് പകരണേ അപ്പാ. അത് മതി കർത്താവേ. ഹല്ലേലൂയ. ഒന്നിച്ച് ബലപ്പെടുത്തണം. കർത്താവിന്റെ വചനം ഐശ്വര്യമായി സംസാരിക്കുവാൻ കൃപ തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ യേശുവിന്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ പരമനായി ഒരുക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. God bless you. Hallelujah. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തിയല്ലോ, കൃപയ്ക്കുള്ളിൽ സ്തോത്രം. ഹാലേലൂയ. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഈ സന്ധ്യയില് നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത്. ഇന്ന് പകല് ഒരു ശക്തിയായ ദൈവദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് കടന്നുപോയിട്ടാണ്, ചെങ്ങന്നൂരിനടുത്ത് കടന്നുപോയിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ദൈവനാമത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെട്ട എസ്റ്റേറ്റ് ലയങ്ങളിലൊക്കെ പോയി അനേകരോട് സുവിശേഷം പറഞ്ഞ് അനേകരെ കർത്താവിലേക്ക് നേടിയ ചെല്ലമ്മ ജെയിംസ് എന്ന് പറഞ്ഞൊരു കർത്താവിന്റെ ദാസി. വളരെ ബലഹീനതകളൊക്കെ ഉണ്ടായിരുന്നു, ശാരീരികമായി പല രോഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവിന് സ്തോത്രം, തന്നാലാവോളം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഓടുവാൻ, അധ്വാനിക്കുവാൻ വളരെ സമർപ്പണം ഉണ്ടായിരുന്ന ഒരു മാതാവ്. ഒരിക്കല് ഞങ്ങളുടെ സെമിനാരിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സാക്ഷ്യമൊക്കെയും മറ്റുള്ള സ്റ്റുഡൻസിനെ കേൾപ്പിക്കുവാനൊക്കെ ദൈവം ഇടയാക്കി. കർത്താവിന് സ്തോത്രം. ഒരു മിഷൻ ചാലഞ്ചിനെ കർത്താവിന്റെ ദാസിയെ കൊണ്ടുവരാനൊക്കെ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ആ ഒരു പ്രിയ മാതാവിന്റെ കർത്താവിനോട് ചേർക്കപ്പെട്ടപ്പോൾ ആ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയിട്ടാണ് ഞാൻ കടന്നു വരുവാനിടയായത്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ ബാവുച്ചെറിയാൻ പാസ്റ്റർ പറഞ്ഞ പോലെ ഒത്തിരി പേര് ആബ്സെന്റ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ കർത്താവ് നോക്കുക, ഹല്ലേലൂയ, ആ സ്ഥാനങ്ങളിലേക്ക് ചിലർ കയറി വരുന്നുണ്ടോ എന്ന്. ഇന്ന് സന്ധ്യയിലും കർത്താവിന് നമ്മോട് സംസാരിക്കാനുള്ള സന്ദേശം ഇതാണ്. ആർ യു റെഡി ടു കം ഫോർവേഡ്? കർത്താവിന് സ്തോത്രം. പലരും ഇറങ്ങിപ്പോയെടുത്ത്
പലരും ആബ്സെന്റ് ആയിടത്ത്, പലരും അവിശ്വസ്തരായിരുന്നിടത്ത്, പലരും കർത്താവിന് സ്തോത്രം, കർത്താവ് ആഗ്രഹിക്കുന്ന വിളിയുടെ ആശ തിരിച്ചറിയാതെ, ഹല്ലേലൂയ, എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ആ പ്രാർത്ഥനയുടെ ആഴം നമ്മൾ ഗ്രഹിക്കുന്നുടനെ അവരുടെ വിളിയുടെ ആശ തിരിച്ചറിയുവാൻ, ഹല്ലേലൂയ, അത് കഴിയാതെ ഹല്ലേലൂയ വന്ന സ്റ്റെപ്പിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് കയറുവാൻ കഴിയാതെ പലപ്പോഴും ക്ഷീണിതരായി, കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ മുറിവേൽക്കപ്പെട്ടവരായി, അപമാനം കർത്താവ് ഏറ്റെടുത്തവരായി, ഹല്ലേലൂയ, ഇനി എങ്ങനെ എന്നെ കൊണ്ട്, ഞാൻ എത്ര ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളല്ലോ, എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ മതി, ഞാൻ എന്തോ ചെയ്താലും ആൾക്കാർ എന്നെ കുറിച്ച് ഇങ്ങനെ പറയത്തുള്ളൂ, എന്നാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം സഹോദരിമാരുടെ നടുവിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇന്ന് ദൈവം ഇന്ന് ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ചിലതിനെ നോക്കി ദൈവാത്മാവ് വിരൽ ചൂണ്ടി ചോദിക്കുകയാണ്, ആർ യു റെഡി ടു കം ഫോർവേഡ്? നീ ഒന്ന് മുമ്പോട്ട് വരുവാൻ തയ്യാറാണോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർത്താവിന് സ്തോത്രം. ഒത്തിരി പേര് ആബ്സെന്റ് ആയി പോയി, നമുക്കറിയാം. ഈ കോവിഡ് കാലഘട്ടത്തിൽ കർത്താവിന് സ്തോത്രം, നമുക്ക് അറിയാം, അതിശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിരുന്ന ഒത്തിരി പേര് ആബ്സെന്റ് ആയി പോയി. ദൈവാത്മാവ് നമ്മോട് ചോദിക്കാറ് റെഡി? കർത്താവിന് സ്തോത്രം. അങ്ങനെ സമർപ്പണത്തോടെ കർത്താവിനെ സ്നേഹിച്ച ഒരു സഹോദരിയെ പറ്റിയാണ് നാം സംസാരിക്കുവാൻ വേണ്ടി പോകുന്നത്, നാം ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. അതിനെ ആസ്പദമാക്കി മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 3-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെയാണ് ചിന്താ വിഷയം. ഒരാൾ വായിക്കുമോ? യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശബത്തിൽ സുവിശേഷം 14-ന്റെ 3 തൊട്ട് 9 വരെ. അവൻ ബഥാനിയിൽ 14-ന്റെ 3 മുതലാണ് വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷം ചാപ്റ്റർ 14. സോറി ലൂക്കോസ്. കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽഭരണി വിലയേറി സ്വച്ഛജടമാംസി തൈലവുമായി വന്നു. ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ, പൈലത്തിന്റെ ഈ വെറും ചിലവെന്തിന്? ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു. എന്നാൽ യേശു, ഇവളെ വിടുവീൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കൽ ഉണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കയില്ല. അവൾ തന്നാൽ ആവത് ചെയ്തു. കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Praise the Lord. Thank you so much. Thank you. Jesse Andy, I'm sorry. Andy വായിച്ചത് മിസ്റ്റേക്ക് ആയിട്ട്. I'm sorry. കർത്താവിന് സ്തോത്രം. സെയിം പോർഷൻ തന്നെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതലും യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതലും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ മാർക്ക് ആദ്യം സുവിശേഷം എഴുതിയത് നമുക്കറിയാം. മാർക്കാണ് ഫസ്റ്റ്ലി സുവിശേഷം എഴുതപ്പെട്ടത്. കർത്താവിന് സ്തോത്രം. മാർക്ക് എഴുതുമ്പോൾ, മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ. കർത്താവിനെ കുറിച്ചുള്ള അന്നത്തെ ആൾക്കാർക്ക്, അന്നത്തെ എന്താ പറയാ, സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾക്ക്, യഹൂദന്മാർക്ക്, പരീശന്മാർക്ക്, ശാസ്ത്രിമാർക്ക് ഹല്ലേലൂയ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്, അവൻ ഹല്ലേലൂയ കുഷ്ഠരോഗികളുടെ കൂടെ പോയിരിക്കുന്നു. അവരുടെ നിയമത്തെ അവൻ അനുസരിക്കുന്നില്ല. കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്, അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. ചുങ്കക്കാരുടെ കൂടെ, വേശ്യമാരുടെ കൂടെ, സമൂഹത്തിൽ പുറംതള്ളപ്പെട്ടവരുടെ കൂടെ യേശു പോകുന്നു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു കർത്താവ് ഹല്ലേലൂയ എവിടെയാണോ തന്നെ ആവശ്യമുള്ളത് അവിടെയാണ് പോയത്. ഇന്നും കർത്താവ് പോകുന്നത്, കർത്താവ് സംസാരിക്കുന്നത് ആർക്ക് ആവശ്യമുണ്ടോ അവരെയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ അറിവിന്റെ ഫണ്ടക്കെട്ടുകളോ കർത്താവിന് സ്തോത്രം ഒന്നുമേ കർത്താവിന് ആവശ്യമില്ല. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ നിരസിക്കാതെ ഹല്ലേലൂയ ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് വേണ്ടിയാ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യെശയ്യാവിൽ പറയുന്നത് പോലെ തന്നെ, അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യരിൽ ഞാൻ കടാക്ഷിക്കും. ഇവിടെ ഇതാ കർത്താവിനെ സ്നേഹിച്ച ഒരു ശീമോൻ, ഈ ശീമോന്റെ വീട്ടിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. സ്തോത്രം. അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഒരു സഹോദരി, ഇവിടെ പേരൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. മാർക്ക് പേര് രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ
മറ്റുള്ള സുവിശേഷങ്ങളിൽ പല പേരുകളിൽ ഇതിനെപ്പറ്റി അറിയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തുമ്പോൾ മാർക്കിൽ നിന്നാണ് മാത്യുവും ലൂക്കോസും മാത്യുവും ഡേറ്റാസ് ഉൾക്കൊണ്ട് എഴുതിയത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാമല്ലോ, മർക്കോസിന്റെയോ മത്തായിയുടെയോ ലൂക്കോസിന്റെയോ സുവിശേഷം പോലെയല്ല. മത്തായി, മർക്കോസ്, ലൂക്കോസിന്റെ സുവിശേഷങ്ങൾ സിനോപ്റ്റിക് ഗോസ്പെൽസ് എന്നറിയപ്പെടുന്നു, സമാന്തര സുവിശേഷങ്ങൾ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം അത് സ്പെഷ്യലാണ്, അത് യുണീക്ക് ആണ്. യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് പ്രസന്റ് ചെയ്യുക, ലോഗോസ് ആയവനെ, യഥാർത്ഥ ജീവന്റെ വചനമായവനെ ദൈവപുത്രൻ എന്ന് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് യോഹന്നാന്റെ ലക്ഷ്യം തന്നെ. അത് യോഹന്നാന്റെ 5 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സുവിശേഷങ്ങളും 3 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും. ഈ 5 പുസ്തകങ്ങൾ യോഹന്നാൻ എഴുതിയത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹി ഈസ് സംതിങ് സ്പെഷ്യൽ. അതുകൊണ്ടാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് എഴുതിയിരിക്കുന്നത്. പ്രത്യേക പേരും കിട്ടി. ഹാലലൂയ. യേശുവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിയാവുന്ന ശിഷ്യൻ, യേശുവിന്റെ മാറോടൊന്ന് ചാരി ആ ഹൃദയമിടിപ്പ് അറിയാവുന്ന ഒരു ശിഷ്യൻ. ആ ഒരു സ്നേഹം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ എഴുത്തുകളിലെല്ലാം നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയുക യൂണിറ്റി, ആ ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം, വിട്ടുമാറാനാവാത്ത ഒരു സ്നേഹം നമുക്കത് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മർക്കോസിനെ നോക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, മർക്കോസിനെ കുറിച്ച് ആദ്യം വലിയ പ്രതീക്ഷയൊന്നും നമുക്കറിയാമല്ലോ. മർക്കോസിന്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി നടത്തിയാൽ നമുക്കറിയാം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ദൈവം മാർക്കിനെയാണ് ഉപയോഗിച്ചത്. കർത്താവിന് സ്തോത്രം. ആദ്യം ഒന്നും അല്പം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിയാലും നോക്കുക, ആദ്യ സുവിശേഷം എഴുതുവാൻ ദൈവം ഉപയോഗിച്ചത് ഈ മർക്കോസിനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനകത്തൂടെ തന്നെ ഒരു സന്ദേശം നിങ്ങളോട് ഞാൻ പറയട്ടെ. കർത്താവിന് സ്തോത്രം. ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് അല്പസ്വല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില എന്താ പറയുക, അസിസ്റ്റന്റ് പാസ്റ്റേഴ്സോ അല്ലെ ചില അസിസ്റ്റൻസോ ചില ആളുകളൊക്കെ നമ്മുടെ കൂടെ മിനിസ്ട്രിക്ക് കണ്ടേക്കാം കേട്ടോ, ഇച്ചിരി ഇറിറ്റേറ്റിംഗ് സ്വഭാവം ഉള്ളവര്. പക്ഷെങ്കിൽ ഒന്ന് മനപ്രയാസപ്പെടാതെ അവരെ ഒന്ന് ചേർത്ത് നിർത്താൻ നമുക്ക് തയ്യാറാകാം. ഞാനിത് പറയാൻ വേണ്ടി വന്നതല്ല, ഇതിൽ നിന്നും പറയാനായിട്ട് ഞാൻ റെഡിയാണ്. പക്ഷെ ദൈവാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞതുകൊണ്ട് ആദ്യമേ അത് ഞാനങ്ങ് പറയാം. ആരെങ്കിലും നിങ്ങൾക്ക് സ്വല്പം ഇറിറ്റേഷൻസ് വരുന്നവരൊക്കെ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ തന്നെ ആയിരിക്കാം, വല്ലാതെ നിങ്ങളെ ഒന്ന് ചൊറിയുന്ന സ്വഭാവമൊക്കെ അവർക്കുണ്ടെങ്കിൽ ഒന്നും ഭാരപ്പെടാതെ അവരെ ഒന്ന് ചേർത്ത് നമുക്ക് നിർത്താം. അവരുടെ ഇറിറ്റേഷൻസിനെയൊക്കെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഒന്ന് ചേർത്ത് നിർത്താം. നമുക്കറിയത്തില്ലല്ലോ, കാരണം നമ്മളൊക്കെ പുറമേ ഉള്ളത് കണ്ട വിധി എഴുതുന്നത്. അവരുടെ അകത്ത് ദൈവത്തിന് അവരെ കുറിച്ചുള്ള വലിയ പ്ലാന്, കർത്താവിന് സ്തോത്രം, ഒരുപക്ഷെങ്കിൽ അടുത്ത ഹാലലുയ ദശകത്തിൽ അവരാലായിരിക്കാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഹാലലുയ വലിയ മുതൽക്കൂട്ടുകൾ വരുത്തുവാനായി ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവരെയൊക്കെ നമുക്ക് ചേർത്ത് നിർത്താം, ഒന്ന് ചേർത്ത് നിർത്താം. പത്രോസ് മർക്കോസിനെ ഒന്ന് ചേർത്ത് നിർത്തി കേട്ടോ. സ്തോത്രം. പൗലോസ് പറഞ്ഞു ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല, ഇവന്റെ സ്വഭാവം കൊണ്ട് ഒരു രക്ഷയില്ല. പക്ഷെ പത്രോസ് ഒന്ന് ചേർത്ത് നിർത്തി കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ചിലതിനെയൊക്കെ നമുക്കൊന്ന് ചേർത്ത് നിർത്താം. ഒന്ന് ചേർത്ത് നിർത്തിയാൽ ദൈവത്തിന് സ്തോത്രം വലിയ മഹത്വം അവിടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ഇതാ ഈ സഹോദരി വരികയാണ്. അവൾ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലവുമായി വന്നു. അതിന്റെ എക്സ്പ്ലനേഷൻസിലൊന്നും ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് ഈ സന്ദേശം പറയുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുമുണ്ടല്ലോ. നമുക്കറിയാമല്ലോ, ഹിമാലയ മലക നിരകളിലുള്ള ഇന്ത്യൻ നേട് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വലിയ ഒത്തിരി വില കൂടിയ ഒരു ഹേർബിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതാണ് ഈ തൈലമെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അത് ഒരു വർഷത്തെ മുഴുവൻ അധ്വാന ഫലം കൊടുത്താലേ ഇത് വാങ്ങുവാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം ഇതിന്റെ വിലയെ കുറിച്ചൊക്കെ ഈ 3 സുവിശേഷവും കൂടെ ചേർത്ത് പഠിക്കുന്ന ഉടനെ അവിടെ ചിലർ അതിനൊരു വിലയിടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനെപ്പറ്റി നമുക്ക് പുറകാലെ വരുമ്പോൾ പറയാം. ദൈവത്തിന് സ്തോത്രം. ഇത് വന്നിട്ട് ഈ ഭരണി പൊട്ടിച്ച് കർത്താവിന്റെ തലയിലേക്ക് ഒഴിക്കുക. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അന്നത്തെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചാൽ ഒരു കാരണവശാലും ഒരു സ്ത്രീക്ക് പുറത്തോട്ട് വരാൻ സാവകാശമില്ല. പ്രത്യേകിച്ച് ഒരു റബ്ബിയുടെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിന്റെ തലയിൽ തൈലം ഒഴിക്കുവാനായി ഒരു തരത്തിലും അവൾക്ക് സാധ്യതയില്ല. അങ്ങനെ ചെയ്താൽ അവൾ കുറ്റവാളിയാണ്. പക്ഷെ ഇവൾ മുമ്പോട്ട് വന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവൾ ആ തൈലത്തിന്റെ ഹല്ലേലൂയ അതിനെ കുപ്പി പൊട്ടിച്ച്, അല്ലെങ്കിൽ ആ ഭരണി പൊട്ടിച്ച് അതിന്റെ അടപ്പ് തുറന്ന്, എങ്ങനെ വേണേലും അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കർത്താവിന് സ്തോത്രം. വാട്ട് എവർ ഇറ്റ് ഈസ്, അവൾ അത് മുഴുവൻ കർത്താവിന്റെ തലമേൽ ഒഴിച്ചു എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഒരു വേദപണ്ഡിതൻ പറഞ്ഞത്, ഒരിക്കലും ഒരു റോജർ ഹാവേഴ്സൺ എന്ന് പറയുന്നുള്ള ഒരു വലിയ ശക്തനായൊരു തിയോളജിയനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞത്, എന്റെ ഹൃദയത്തെ ആകപ്പാടെ ഉലച്ചു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ തൈലത്തിന്റെ സുഗന്ധം മാസങ്ങളോളം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറുകയില്ല. മാസങ്ങളോളം
അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള സുഗന്ധമാണ് ഇതിനുള്ളത്. അതായത് ഈ തലയിൽ, കർത്താവിന്റെ തലയിലേക്ക് ഒരു അഭിഷേകം പോലെ ഇവൾ ഈ തൈലം ഒഴിച്ചപ്പോൾ, കർത്താവിന് സ്തോത്രം, നമുക്കറിയാം ഒറ്റയാഴ്ച കഴിഞ്ഞ് കർത്താവ് ക്രൂശിക്കപ്പെടുകയാ. വേദപണ്ഡിതന്മാർ പറയുന്നത് ആ തൈലം കർത്താവിന്റെ തലയിൽ അവർ ഹല്ലേലൂയ ഈ മുള്ളെല്ലാം കൂടെ അടിച്ച് അതിനെ തലയിലേക്ക് ആഴ്ന്നിറക്കിയപ്പോൾ, കാരിരുമ്പാണി താൻ തറയ്ക്കപ്പെട്ടപ്പോൾ, അതിവേദനയാൽ നുറുക്കപ്പെട്ടപ്പോൾ, ഹാലലൂയ തന്റെ രക്തവും വിയർപ്പും ഒന്നായി ഹാലലൂയ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഈ തൈലത്തിന്റെ സുഗന്ധം തന്നെ സന്തോഷിപ്പിച്ചു, തന്നെ ആശ്വസിപ്പിച്ചു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കുക എന്റെ പ്രിയപ്പെട്ടവരെ, ഹാലലൂയ, അതിനെപ്പറ്റി ഞാൻ എഴുതി വെച്ചേക്കുന്ന ഒരു പോയിന്റ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. The material we have became immaterial when we find the true love. യഥാർത്ഥ സ്നേഹത്തെ നാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടെന്ന് തോന്നുന്നതും നമുക്ക് അവകാശമായിട്ടുണ്ടെന്ന് തോന്നുന്നതിനുമൊന്നും ഒരു വിലയുമില്ലെന്ന് നമ്മൾ തിരിച്ചറിയും. സ്തോത്രം. നമുക്ക് വലിയ വില കൂടിയതായിട്ട് തോന്നിയതൊക്കെ പലതുണ്ടല്ലോ നമ്മുടെയൊക്കെ ഭവനങ്ങളിലും നമ്മുടെയൊക്കെ കുടുംബത്തിലും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസറ്റ്സ് ഉണ്ടല്ലോ, ആ അസറ്റ്സ് ഒക്കെ ഒന്നുമില്ലെന്ന് തോന്നി അതെല്ലാം എറിഞ്ഞു കളഞ്ഞിട്ട് ഏറ്റവും വിലയേറിയവന് വേണ്ടി ഏറ്റവും വില കൊടുക്കുവാൻ നാം തയ്യാറാകും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മാത്രം മുൻപിൽ ഈ മഹത്വമേറിയ ശുശ്രൂഷ ആ സഹോദരി ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവളാം ഏറ്റവും മൂല്യമേറിയത് കർത്താവിന് വേണ്ടി കൊടുക്കുകയാണ്. വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം, അത് കർത്താവ് തന്നെ പിന്നെ അങ്ങ് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. അത് വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞ പോയിട്ട് മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 26:12. അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. സ്തോത്രം, സ്തോത്രം. കർത്താവ് തന്നെ പറയുകയാണ്, എന്റെ ശവസംസ്കാരത്തിനായിട്ട്, അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി തൈലാഭിഷേകം ചെയ്യപ്പെടുന്ന ആ വിലയേറിയ അനുഭവം യേശു കർത്താവിന് ലഭിച്ചത് ഈ പാവപ്പെട്ട സഹോദരിയിൽ കൂടെയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുതന്നെ മർക്കോസിന്റെ സുവിശേഷം 14:8 വാക്യം ഒന്ന് വായിക്കാമോ? 14:8. അവൾ തന്നാൽ ആവത് ചെയ്തു. അതാണ് നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ തന്നെ. അവൾ തന്നാൽ ആവത് ചെയ്തു. പ്ലീസ് റീഡ്. അവൾ തന്നാൽ ആവത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. കണ്ടോ, ഒരു രാജകീയ അഭിഷേകം. ഹല്ലേലൂയ. ഈ കല്ലറയിലെ അടക്കത്തിന് മുൻപ് കൂട്ടി തന്നെ കർത്താവിന്റെ മേൽ അവൾ പകരുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കല്ലറയിലെ അടക്കത്തിന് മുൻപ് കൂട്ടി തന്നെ ദേഹത്തിന് തൈലം തേക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. എന്നിട്ട് അവിടെ എഴുതിയേക്കുന്ന ആ വാക്ക് കണ്ടോ, അവൾ തന്നാൽ ആവത് ചെയ്തു. ഹോ എസ്കെൻ എപ്പോയിസെൻ എന്നാണ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. ഹോ എസ്കെൻ എപ്പോയിസെൻ, അവൾ തന്നാൽ ആവത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവളുടെ മാക്സിമം ദൈവത്തിന് വേണ്ടി ചെയ്തു. ഇന്ന് ഈ സന്ദേശത്തിലെ ആദ്യ ഘട്ടത്തിൽ തന്നെ ദൈവാത്മാവിന് ചോദിക്കാനുള്ള ചോദ്യം, ആർ വി ഡൂയിങ് അവർ ബെസ്റ്റ്? ആർ വി ഡൂയിങ് അവർ മാക്സിമം? നമ്മുടെ കഴിവിന്റെ മാക്സിമം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കാറുണ്ടോ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന ടാലന്റിന്റെ മാക്സിമം കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ടോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവിന്റെ, ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം, ദൈവം സ്ത്രീകളെ സൃഷ്ടിച്ചേക്കുന്നത് പലപ്പോഴും ആൾക്കാര് വിലമതിക്കുന്നില്ലെങ്കിലും നമുക്കറിയാം ഏറ്റവും വലിയ എഞ്ചിനീയർമാരും സ്ത്രീകളാണ്. ഏറ്റവും വലിയ ഒരു മെഡിസിനും പഠിച്ചിട്ടില്ലെങ്കിലും ഒരു കൊച്ചിന് പനി വന്നാൽ, ഒരു അസുഖം വന്നാൽ ആശുപത്രി കൊണ്ടുപോകാതെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് സൗഖ്യമാക്കാനുള്ള കഴിവും അമ്മയ്ക്ക് ദൈവം കൊടുത്തേക്കുക. എന്തെല്ലാം കഴിവാ ഒരു സ്ത്രീക്ക് കൊടുത്തേക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അമ്മയ്ക്കറിയാം, തന്റെ ആ വീട്ടിലെ ഭാര്യയ്ക്ക് അറിയാം ഭർത്താവ് എന്താ ചെയ്യുന്നതെന്ന്, മക്കൾ ഓരോ മുറിയിലും അവരെന്താ ചെയ്യുന്നതെന്ന് ഈ അമ്മയ്ക്കറിയാം. അതേസമയം തന്നെ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വാഷിംഗ് മെഷീനകത്ത് കിടക്കുന്ന തുണിയുടെ ലെവൽ ഏതാണെന്നറിയാം, കുക്കറിനകത്തെ അരിയുടെ വേവ് എത്രയാണെന്നറിയാം. എല്ലാ കാര്യങ്ങളും ഒരേ സമയം തന്നെ ഗ്രഹിക്കുവാനുള്ള വലിയ പ്രാപ്തിയാണ് സഹോദരിമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. സഹോദരിമാരെന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യൽ ആണെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം ഹല്ലേലൂയ, ആ തിരിച്ചറിവ് നാം പ്രാപിക്കണം. നമ്മളോട് തന്നെ പറയണം. മറ്റുള്ളവരൊക്കെ പറയും, ഓ ഇതെന്തോ ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മളോട് തന്നെ പറയണം, ഇല്ല, ഞാൻ യുണീക്ക് ആണ്. ഐ ആം യുണീക്ക്.
ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ശുശ്രൂഷയാണ്, അത് ഞാൻ ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ സഹോദരി അവളുടെ മാക്സിമം കർത്താവിന് വേണ്ടി അങ്ങ് കൊടുത്തു. അവളുടെ മാക്സിമം കർത്താവിന് വേണ്ടി കൊടുത്തപ്പോൾ അവിടെ ഭയങ്കര പ്രതികരണം ഉണ്ടായി. അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. 4-ാം വാക്യം 14:4. 14:4. ചിലർ അയലത്തിന്റെ ഈ വെറും ചിലർ എന്തിന് ഇത് കേട്ടോ, ഒരു മിനിറ്റ്, അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അവർക്ക് ഇത് എന്താണ്? വെറും ചിലവ്, വെറും ചിലവ്. കേട്ടോ, ദൈവാത്മാവിന് ഈ ഒരു കാര്യത്തിൽ കൂടെ നമ്മോട് സംസാരിക്കാനുണ്ട്. നമ്മൾ മാക്സിമം ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് ഇത് വെറും ചിലവായിരിക്കും. നമ്മളെ കണ്ട് വിധി എഴുതാൻ കുറെ ആൾക്കാർ നിൽപ്പുണ്ട്. എപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ അത് ഓർത്തോണം. നെഗറ്റീവ്സ് പറഞ്ഞ് നമ്മളെ ഒന്ന് താഴ്ത്തിക്കെട്ടുവാൻ, എങ്ങനെയും നമ്മളുടെ ഒരു ദൈവകൃപയെ ഒന്ന് ചോർത്തിക്കളയുവാൻ പിശാച് ആരേലും ഒക്കെ അവിടെ നിർത്തിയിട്ടുണ്ടാവും. പക്ഷെങ്കിൽ അവര് പറഞ്ഞത് എന്താ? ഇത് വെറും ചിലവാ, എന്തോ കാര്യത്തിനാ ഇത് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഒരു വിലയും കൂടെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. ഇത് 300-ൽ അധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുവല്ലോ. കേട്ടോ, ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നല്ലോ. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ഇതിന്റെ തൊട്ട് നെക്സ്റ്റ് പോർഷൻ നമ്മൾ 9-ാമത്തെ വാക്യം വരെ വായിച്ചത്. 10-ാം വാക്യം വരുമ്പോൾ നമുക്കറിയാം, അവിടെ ചിലർന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? പണസംഖ്യ കൈകാര്യം ചെയ്തിരുന്നത് യൂദയായിരുന്നു. 10-ാം വാക്യം വരുമ്പോൾ പിന്നെ 12 ഒരുത്തനായ ഇസ്കരിയോത്താവായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. കേട്ടോ, അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു. 300 കാശിന് വിലയുണ്ടെന്ന് വിധി എഴുതിയവൻ 30 വെള്ളിക്കാശിന് അവന്റെ നാഥനെ ഒറ്റിക്കൊടുത്തു. 300 കാശിന് വിലയുണ്ടെന്ന് പറഞ്ഞ് വിധി എഴുതവൻ ഒരു 30 വെള്ളിക്കാശിന്റെ മുൻപിൽ പരാജയപ്പെട്ടു പോയി. നോക്കണേ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ സഹോദരി ചെയ്തത് ഇന്നും ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുകയാണ്. അവൾ തന്നാലാവധി ചെയ്തത് ഇന്നും ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുകയാണ്. അന്നേരം കർത്താവ് ഈ ഒരു പ്രതിസന്ധിയിൽ അവളുടെ നേരെ ഇങ്ങനെ അവർ വല്ല കംപ്ലൈന്റ് പറയുമ്പോൾ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് 5-ാം വാക്യ അവസാനം അവളെ ഫൽസിച്ചു. യേശു കർത്താവിന് വേണ്ടി അവൾ ഏറ്റവും ബെസ്റ്റ് ചെയ്തപ്പോൾ ചുറ്റും കൂടിയിരുന്നവർക്ക് അത് അസഹ്യമായിട്ടാണ് തോന്നിയത്. ഇന്ന് ഞാൻ നിങ്ങളോടൊരു വലിയ സന്ദേശം വിളിച്ചു പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവുമില്ലാതെ നിങ്ങളെ വിമർശിക്കുന്നവർ നിങ്ങളുടെ മുൻപാകെ ഉണ്ട്. സ്തോത്രം പറ. അനുഭവമുള്ളവരൊക്കെ സ്തോത്രം പറ. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവുമില്ല. നമുക്ക് തന്നെ അറിയത്തില്ല എന്തിനാ ഇവർ നമ്മളെ വിമർശിക്കുന്നതെന്ന്. നമുക്ക് തന്നെ അറിയത്തില്ല ഇവർ എന്തോ കാര്യത്തിനായി ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. അസൂയയും വല്ലാത്ത സ്വഭാവങ്ങൾ നമ്മുടെ നേരെ അവർ പറയുകയാണ്. എങ്ങനെയും ആക്രോശിക്കുക നമ്മളുടെ നേരെ, നമ്മളെ അടുത്ത സ്റ്റെപ്പ് വെക്കുവാൻ അനുവദിക്കാതെ എങ്ങനെയും നമ്മളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയുക. ഒന്നോർത്തോണേ, ഒരു നന്മ പ്രവൃത്തി ഉണ്ടാകുകയാണെങ്കിൽ അതിന് 100 വിമർശനങ്ങൾ നേരിട്ടേക്കാം. എന്നാൽ നിങ്ങൾ അവരിൽ ഒരാളെ പോലെ ഒതുക്കപ്പെട്ടവരായി ഒരു മിനിമം പരിപാടിയൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒഴുക്കിനൊത്ത് നീന്തുകയാണെങ്കിൽ നോ പ്രോബ്ലം അറ്റ് ഓൾ. ഒഴുക്കിനെതിരെ നീ നീന്താൻ തുടങ്ങിയോ, നീ ഒരു സ്പെഷ്യലായിട്ട് നിൽക്കുവാൻ തുടങ്ങിയോ, വിമർശനങ്ങൾ ഉറപ്പാണ്. അത് എവിടെയും. കർത്താവിന് കൃപയാൽ 13-ാമത്തെ വയസ്സ് മുതൽ ഞാനൊരു സുവിശേഷകയാണ്. ഞാനൊരു കാത്തലിക് കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഹല്ലേലൂയ. അവിടെ കർത്താവിന്റെ വേല ചെയ്തു തുടങ്ങി. അതങ്ങനെ കർത്താവിന്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞ് തുടങ്ങിയതൊന്നുമല്ല. കർത്താവിന് സ്തോത്രം. 8-ാം ക്ലാസ്സിൽ കൊണ്ട് ഹോസ്റ്റലിലോട്ട് വിട്ടപ്പോൾ എന്റെ മാതാപിതാക്കളുടെ ഇളയ മകളാണ് ഞാൻ. അപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. അവരോട് പ്രത്യേകിച്ച് എന്റെ പപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് ഭയങ്കര അറ്റാച്ച്മെന്റ്. പപ്പ ഇല്ലാതെ ഒരു നിമിഷം എനിക്ക് പറ്റത്തില്ല. കരഞ്ഞു വിളിച്ച് ആ കോൺവെന്റ് സ്കൂളിലെ ബോർഡിങ്ങിനകത്തിരുന്നപ്പോൾ എനിക്ക് പപ്പ ഒരു പുതിയ ബൈബിൾ വാങ്ങിച്ചു തന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് വിഷമം വന്നാലും ഈ ബൈബിൾ വായിച്ചോണം. അങ്ങനെ ഈ ആശ്വാസം എന്ന് പറയുന്നത് ബൈബിൾ മാത്രമേ ഉള്ളൂ. ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ എന്തെങ്കിലും പനിയോ അസ്വസ്ഥതയോ ഒക്കെ വരുമ്പോൾ എനിക്ക് ആശുപത്രികളിൽ പോകാതെ തന്നെ ദൈവം സൗഖ്യമാക്കുന്നതും ഒക്കെ എന്റെ കൂട്ടുകാർ കണ്ട് അത് തന്നെയല്ല എനിക്ക് എപ്പോഴും ഒരു സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവർ വന്ന് ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഈ വിഷമമൊക്കെ പെട്ടെന്ന് മാറിയല്ലോ, എന്തുവാ ഇതിന്റെ റീസൺ?
അപ്പോൾ പനിയൊക്കെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് സൗഖ്യം തരുന്ന കാണുമ്പോൾ അവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാമോ? അങ്ങനെ പ്രാർത്ഥിക്കാമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയ ഒരു കൊച്ചു പ്രെയർ മീറ്റിംഗ്. അതിനെ ദൈവം വലുതാക്കി. 8, 9, 10 3 വർഷം കോൺവെന്റ് സ്കൂളിലായിരുന്നു. ആ സമയത്തൊക്കെ സിസ്റ്റേഴ്സിന്റെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ കോൺവെന്റ് സ്കൂളിലെ പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അന്നേരവും എങ്ങനെയൊക്കെ ചിരിച്ച് സ്നേഹത്തോടെ ചേർന്ന്, സിസ്റ്ററെ ഞാൻ ഒരു ഉപദ്രവം ഉണ്ടാക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കത്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞ് കർത്താവിന് സ്തോത്രം അവരോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം കൃപ വന്നു. അന്ന് തുടങ്ങിയ കർത്താവിന്റെ വേലയാ, 8ാമത്തെ ക്ലാസ്സിൽ തുടങ്ങിയ കർത്താവിന്റെ വേലയാ ദൈവം കൃപ ചെയ്ത് ഇപ്പോഴും കർത്താവിന്റെ വേലയിൽ കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം എനിക്ക് സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറയട്ടെ, ഏകദേശം 30 വർഷത്തിലധികം എനിക്ക് അനുഭവങ്ങളുണ്ട്. ആ സുവിശേഷ വേലയിലെ അനുഭവങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ 100ൽ 98 പേരും വിമർശിക്കത്തേ ഉള്ളൂ. 1 or 2 പേരൊരു നല്ല വാക്ക് പറഞ്ഞാലായി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബന്ധപ്പാട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാരണവശാൽ ഇല്ലാതെ എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താ കാര്യമെന്ന്. ഞാൻ പെട്ടെന്ന് ആരും കാണാതെ പ്രാർത്ഥനാലയത്തിലേക്ക് കയറിച്ചിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ എന്നോട് കർത്താവ് പറയുക, ഞാൻ അനുഭവിച്ചതിന്റെ ഒരു സ്വല്പമെങ്കിലും നീ ഒന്ന് അനുഭവിക്കേണ്ട കുഞ്ഞെ. ഞാൻ എത്ര നാട് മുഴുവൻ ഓടി നടന്ന് നന്മ ചെയ്തിട്ട് അവരെന്നെ ക്രൂശിച്ച് എന്നെ തല്ലി, എന്നെ കൊണ്ട് ഇനി പറയാനും വല്ലോ ഉണ്ടോ? എൻ്റെ അപ്പന്റെ പേര് കൂട്ടി വിളിക്കത്തില്ല, മറിയയുടെ മോൻ എന്നെ വിളിക്കത്തുള്ളായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? തിന്നിയും കുടിയനുമായ മനുഷ്യൻ. എന്നെ പറഞ്ഞതൊക്കെ നീ ഒന്ന് ഓർത്ത് നോക്കിയേ. അയ്യോ, അന്നേരമാ മനസ്സിലായേ. ഇന്ന് സന്ധ്യയിലും ദൈവാത്മാവ് വളരെ വ്യക്തമായി ചിലരോട് സംസാരിക്കുക. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ അവന്റെ കൃപാസനത്തോടൊന്ന് അടുത്ത് ചെല്ലാം. ഏത് ഭാരമുണ്ടോ, ഏത് ചോദ്യമുണ്ടോ, മറുപടി കർത്താവ് തരും. ആ കൃപാസനത്തോടൊന്ന് അടുത്ത് ചെന്നാൽ മാത്രം മതി. എബ്രായ ലേഖനം 4:16. ആ കൃപാസനത്തോടൊന്ന് അടുത്ത് ചെന്നാൽ മാത്രം മതി. അവിടെ ചെന്നാൽ മറുപടി ഇല്ലാത്ത ഒരു ചോദ്യവുമില്ല. നിന്റെ ഏത് ചോദ്യത്തിനും, നിന്റെ ഏത് സങ്കടത്തിനും പരിഹാരം തരുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ഈ സഹോദരിയെ വല്ലാതെ വിധി എഴുതിയപ്പോൾ ഈ സഹോദരിയുടെ അടുത്തൊരു വലിയ പ്രത്യേകത, എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ പ്രത്യേകത, അവൾ പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. ഒന്ന് സ്തോത്രം പറയണേ. അവൾക്ക് വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു, പക്ഷെ അവൾ ഒന്നും മിണ്ടിയില്ല. അവൾ മിണ്ടാതിരുന്നപ്പോൾ പ്രതികരണവുമായി ആരാ എഴുന്നേറ്റ് നോക്കി? അടുത്ത വാക്യം, അതിന് യേശു. വിഷയങ്ങളുടെ മുൻപിൽ, വാക്കുകളുടെ മുൻപിൽ, പ്രവൃത്തികളുടെ മുൻപിൽ പ്രതികരിക്കുവാൻ നിൽക്കാതെ വിഷയം സർവശക്തനായ കർത്താവിന്റെ കയ്യിൽ കൊടുത്താൽ കർത്താവ് പ്രതികരണവുമായി എഴുന്നേൽക്കും. കർത്താവ് പ്രതികരണവുമായി എഴുന്നേറ്റ് എന്താ കർത്താവ് പറഞ്ഞത്? അതിനെ എന്നാൽ യേശു അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? പ്ലീസ് ലെറ്റ് ഹെർ ഗോ. നിങ്ങൾ അവളെ വിട്ടേര് കേട്ടോ. അധികാരമുള്ള ഒരുവൻ നിനക്കായി എഴുന്നേൽക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രതികരിക്കാതെ നിൽക്കുന്ന സഹോദരി വിഷയങ്ങളുടെ മുൻപിൽ ഒന്നും ബാക്കി പറയാതെ സ്തോത്രം പറഞ്ഞ്, കണ്ണുനീരോടെ സ്തോത്രം പറഞ്ഞ്, എന്നെ ദൈവാത്മാവ് കാണിക്കുക. ചിലർ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും വല്ലാതെ നുറുക്കപ്പെട്ടവരാ ഉൾത്തടത്തിൽ. കർത്താവിന് സ്തോത്രം. വർഷങ്ങളുടെ അപമാനങ്ങൾ, വേദനകൾ, ഒരു കാരണവുമില്ലാതെ പിണക്കങ്ങൾ, വിഷയങ്ങൾ ഒക്കെ നേരിടുമ്പോൾ പ്രതികരിക്കുവാൻ നിൽക്കാതെ സ്തോത്രം പറഞ്ഞു പോകുവാൻ കഴിഞ്ഞാൽ നമ്മുടെ വിജയമാണ്. സ്തോത്രം. കർത്താവ് പറയാണ്, അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തരുതേ. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കിയുണ്ടല്ലോ. ഇച്ഛിക്കുമ്പോഴൊക്കെയും അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കയില്ല. കർത്താവോട് പറയുക, ഒറ്റയാഴ്ചയേ ഉള്ളൂ തന്റെ ക്രൂശീകരണത്തിന്. കർത്താവ് പറയുക, ഐ എം ഗോയിങ് ടു ലീവ് യു. ഞാൻ നിങ്ങളെ വിട്ടു പോകാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. അവൾ തന്നാലാവത് ചെയ്തു. നിങ്ങൾ ചെയ്തോ ഇല്ലോ എന്നൊന്നും എനിക്കറിയണ്ട. ബട്ട് അവളുണ്ടല്ലോ, അവളെ കൊണ്ട് ആവുന്നതിന്റെ മാക്സിമം കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതിന് അടുത്തൊരു പോയിന്റ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, the realization of the personality of Jesus Christ made her to push beyond the limits and challenges of the society. She was challenging the traditions and common perceptions of the people. അവളുടെ അകത്തുണ്ടായിരുന്ന യഥാർത്ഥ ദൈവസ്നേഹം അവളുടെ മുൻപിൽ ഉണ്ടായിരുന്ന ചലഞ്ചസിനെയും വിമർശനങ്ങളെയും അതിജീവിച്ച് മുൻപോട്ട് തന്റെ പ്രവൃത്തിയുമായി പോകുവാൻ അവളെ പ്രേരിപ്പിച്ചു. അത് മാത്രമല്ല, അവൾ അങ്ങനെ സമർപ്പിച്ചപ്പോൾ
പ്രതികരിക്കുവാൻ ശക്തനായ കർത്താവ് അവൾക്ക് വേണ്ടി പ്രതികരണവുമായി എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. അവൾക്ക് നേരെ വളരെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് അവൾക്ക് വേണ്ടി പ്രതികരിക്കുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് 9-ാമത്തെ വാക്യം വായിക്കുകയാണ്. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഇന്ന് സന്ധ്യയിലും ആ സഹോദരിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം ഈ സഹോദരിയുടെ പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റി ഓർക്കുന്നവർ ഈ സഹോദരിയെ മറക്കാൻ പറ്റുകയില്ല. കാരണം യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ ആഴം അവളിൽ കൂടെ വെളിപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് മഹത്വം. അവളുടെ ആഴമേറിയ സമർപ്പണം, അവളുടെ ആഴമേറിയ ദൈവസ്നേഹം, ചിലവ് ചെയ്യുവാനുള്ള മനോഭാവം. സ്തോത്രം പറയണേ. കർത്താവിന് സ്തോത്രം. നമ്മളുടെ അമ്മമാരുടെയൊക്കെ കർത്താവ് കാലഘട്ടത്തിൽ എനിക്കറിയാം, എൻ്റെ അമ്മയുടെയൊക്കെ കർത്താവിന്റെ വേലയുമായിട്ട് നിൽക്കുന്ന, അതായത് ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു ആരാധന, അതുമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി ചിലവ് ചെയ്യുവാനുള്ള മനോഭാവം. കർത്താവിന് സ്തോത്രം. അമ്മയുടെ മരണത്തിന് കർത്താവിന് സ്തോത്രം അനേകർ കടന്നു വന്നു. വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായി ശവസംസ്കാര ശുശ്രൂഷയ്ക്ക്. അന്ന് ഒരാൾ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആർക്കും അറിയത്തില്ല അമ്മ അവർക്ക് കൊടുത്തിട്ടുള്ള എമൗണ്ടിന്റെ കാര്യം കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കർത്താവിന് സ്തോത്രം. ഈ ലോകത്ത് ആരും അറിയാതെ, മക്കൾ പോലും അറിയാതെ കർത്താവിന് വേണ്ടി എന്തിനൊക്കെ ചെയ്യാൻ മനസ്സുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രശംസയ്ക്കും എങ്ങും ആരും പേര് കൊടുക്കാതെ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലായിടത്തും നമ്മൾ കാണുമല്ലോ, എന്തെങ്കിലും ഡൊണേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പേര് കിടക്കുന്നത്. പേരൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കാൻ മനസ്സുണ്ടോ? സ്തോത്രം. കർത്താവ് തന്റെ പേര് എങ്ങും എഴുതിയില്ല കേട്ടോ, നമുക്ക് തന്നതിനും. സ്തോത്രം. കർത്താവ് പേരെഴുതി എങ്ങും കാണിച്ചിട്ടില്ല, നമുക്ക് തന്നതിനൊന്നും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു, ദൈവത്തിൽ നിന്ന് കൊടുക്കുന്നു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് അത് തന്നെയാണ് ഈ കറൻസിയുടെ പ്രത്യേകത. നമ്മുടെ സ്വന്തമായിട്ടൊരു കറൻസി ഇല്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ടൊരു കറൻസി ഉണ്ടോ? ഈ കറൻസി നോക്കിയാൽ മതി, വേറെ എങ്ങും നോക്കണ്ട. ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മ, ഫ്രജൈലിറ്റി നമുക്ക് മനസ്സിലാകും. സ്വന്തമായിട്ടൊരു കറൻസി നമുക്കുണ്ട്. ഈ കറൻസി പോകാനുള്ളതാ. വരുന്ന ഡോളർ, ആ കറൻസി, ആ പേപ്പർ, അത് പോകാനുള്ളതാ. അത് നമ്മുടെ കൈ വെച്ചിട്ട് യാതൊരു യൂസും ഇല്ല. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നവരൊക്കെ നോട്ട് മാറിയപ്പോൾ കഷ്ടത അനുഭവിച്ചത് നമുക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ ചിലവായി പോകുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇല്ലാതായി പോയാൽ, ശൂന്യമാകുവാൻ, സ്വയം ശൂന്യമായി ആര് മാറുന്നോ അവിടെ ദൈവം വലുതാകും. സ്വയം വലുതാകുന്നോ അവിടെ ദൈവം ചെറുതാകും. ആര് സ്വയം ശൂന്യരാകുന്നോ അവിടെ ദൈവം വലുതാകും. ശൂന്യരായി മാറാൻ താല്പര്യമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ദിവസങ്ങളില് ഒരു മിഷൻ ചലഞ്ചിന്റെ ഒരു ക്ലാസ് എടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. വേറൊരു വലിയൊരു മീറ്റിംഗില് ധാരാളം പേരുണ്ടായിരുന്ന ഒരു മീറ്റിംഗ്. എന്നത് എനിക്ക് പറയുവാനായിട്ട് ദൈവം എനിക്ക് ഏൽപ്പിച്ച ഒരു ആള് എലിസബത്ത് ഫ്രൈയെ പറ്റിയാ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ എലിസബത്ത് ഫ്രൈയെ പറ്റി. എലിസബത്ത് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ഓഫ് ദി പ്രിസൺസ് ആയിരുന്നു. ജയിലറകളുടെ മലാഖയായിരുന്നു എലിസബത്ത് ഫ്രൈ. ജയിലറകളുടെ മലാഖ. എലിസബത്ത് ഫ്രൈയുടെ ഒരു ജീവിതം, അത് പഠിച്ചാൽ വളരെ സമ്പന്നതയിൽ ജനിച്ച് വിവാഹശേഷവും വളരെ സമ്പന്നതയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം അവളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൾക്ക് ദൈവം ജയിലുകളെ കുറിച്ച് ഒരു ദർശനം നൽകി. അങ്ങനെ ജയിലറകളിലേക്ക് സുവിശേഷവുമായി കടന്നു പോകുവാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവമാണ്. ഒരു സ്ത്രീ അവളുടെ പരിമിതികളെല്ലാം വെച്ചുകൊണ്ട് ജയിലറകളിലേക്ക് പോയി. ആദ്യമായി എലിസബത്ത് ഫ്രൈ ജയിലിൽ ചെല്ലുമ്പോൾ 1700-കളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ കുറ്റവാളികളെയും കൂടെ ഒന്നിച്ച് ഒരു മുറിക്കകത്തായിട്ടിരിക്കുന്നത്. എല്ലാ കുറ്റവാളികളും ഒന്നിച്ചൊരു മുറിയിൽ. സ്ത്രീകൾ, പുരുഷന്മാർ, പ്രായമുള്ളവർ, മനോരോഗികൾ, പ്രസവിച്ച സ്ത്രീകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, എല്ലാവരും ഒന്നിച്ച്. ആ കൂട്ടത്തിൽ അത് പോരാഞ്ഞിട്ട് അവിടെ മദ്യം ഉണ്ടാക്കുന്നു കുറച്ച് ആൾക്കാർ, അത് കൊടുക്കുന്നു കുറച്ച് ആൾക്കാർ. വല്ലാതെ അരാജകത്വം നിറഞ്ഞു നിൽക്കുന്ന ജയിൽ മുറികൾ. യാതൊരു കൺട്രോളും ഇല്ല. കൊടും കുറ്റവാളികളായ മാതാപിതാക്കളുടെ മക്കൾ കൊടും കുറ്റവാളികളായി അവിടെ തന്നെ ജനിച്ചു വളർത്തപ്പെടുകയാണ്. വല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ കണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ വായിച്ചു. ഞാൻ ഒത്തിരി അതിനെപ്പറ്റി റെഫർ ചെയ്യുവാനിടയായിരുന്നു. ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത്, അവിടെ ചെന്ന് അവൾ ആകെപ്പാടെ ഉടഞ്ഞുപോയി. ഇത് കണ്ടിട്ട് അവൾക്ക് അവരോട് സംസാരിക്കുവാൻ വേണ്ടിയാ പോയത്. ഈ ജയിലിനകത്ത് ചെന്ന് ഇവരോട് സംസാരിക്കുവാനാ. കതക് തുറന്ന് അകത്തേക്ക് ഇവൾ കയറി, നാറ്റം കൊണ്ട് നിൽക്കാൻ വയ്യ. ഇവൾ ഇങ്ങനെ നിന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഉദയപ്പെട്ടു പോയെന്നാണ്. എന്നിട്ട് അവളുടെ കാലുകൾ മുൻപോട്ട് വെക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ നോക്കിയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രമില്ല. അസ്ഥികളെ തുളയ്ക്കുന്ന തണുപ്പിൽ നിലത്ത് സിമന്റ് തറയിൽ ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കിടക്കുകയാണ്.
വസ്ത്രമില്ല സ്ത്രീകൾക്ക്. വല്ലാത്ത അവസ്ഥയിൽ അവിടെ ഇരിക്കുന്നു. അവൾ തിരിച്ചുപോയി 12 പേരടങ്ങുന്ന ഒരു സംഘത്തെ, ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി വസ്ത്രങ്ങൾ തുന്നുവാൻ തുടങ്ങി, വസ്ത്രങ്ങൾ നെയ്യുവാൻ തുടങ്ങി. അവൾ ആഹാരം ബേക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ അതിനെപ്പറ്റി ഒരു ഡോക്യുമെന്ററി വായിച്ചപ്പോൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വരും. അവൾ ആദ്യമായി അവിടെ ബ്രെഡ് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ്. ബ്രെഡും എലിസബത്ത് ഫ്രൈ ആദ്യമായി ബ്രെഡും വസ്ത്രങ്ങളും ഒക്കെ ബാസ്ക്കറ്റുകളിലാക്കി, പെട്ടികളൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്, ബാസ്ക്കറ്റുകളാ, ഈ കൊട്ടകൾക്കകത്താക്കി കൊണ്ടുചെല്ലുക. അന്നേരം ഈ ജയിലറെ ഈ വാതിൽ അങ്ങോട്ട് തുറക്കുകയും ഈ ബേക്ക് ചെയ്ത ആ വെണ്ണയുടെ മണമുള്ള ഈ ബ്രെഡിന്റെ മണം ഈ കുഞ്ഞുങ്ങളെ എല്ലാം ഈ കുഞ്ഞുങ്ങൾ ഓടി വന്ന് ഇവളെ അങ്ങ് കെട്ടിപ്പിടിക്കുകയായി. കൊച്ചു പിള്ളേരെല്ലാം കൂടെ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു ബ്രെഡ് കാണുന്നു. ആ ബ്രെഡ് ആ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കഴിക്കുന്നു. ആ സ്ത്രീകൾക്ക് വസ്ത്രം കൊടുക്കുന്നു, പുരുഷന്മാർക്ക് കമ്പിളി കൊടുക്കുന്നു. അവൾ അവരെ എല്ലാം ആശ്വസിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ എലിസബത്ത് ഫ്രൈയുടെ കൂടെയുള്ള ആ പ്രവർത്തനത്താൽ ആ ജയിലറയിൽ ദൈവസ്നേഹം വ്യാപരിച്ചു. നോക്കണേ, ഒറ്റ സഹോദരി, ദർശനം പ്രാപിച്ച ഒറ്റ സഹോദരി. എന്റെ പ്രിയ സഹോദരിമാരെ, ഇന്നും അട്ടക്കുളങ്ങര ജയിൽ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. പല ജയിലുകൾ, സബ് ജയിലുകൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ പോകുവാൻ, അതിനുള്ള സാങ്ഷൻസ് എടുത്തിട്ട് പോകുവാൻ അവർ റെഡി. എനിക്ക് അട്ടക്കുളങ്ങര ജയിൽ